വിശന്നപ്പോഴൊരു ചായ കുടിക്കാൻ വേണ്ടി ഒരു കടയിൽ നിർത്തിയതാണ് കേട്ടോ. അകലേന്ന് കണ്ടപ്പം വലിയ ഇതൊന്നും തോന്നിയിരുന്നില്ല. അടുത്ത് ചെന്നപ്പോഴാണ് സംഭവം പിടികിട്ടിയത്. ഇവിടെ ഇല്ലാത്തതായിട്ടുള്ള ഒരു സാധനം ഉണ്ടാവില്ല. കാരണം അത്രയും അധികം സ്നാക്കാണ്. ഏത് തരത്തിലുള്ള സ്നാക്ക് വേണമെങ്കിലും നമുക്ക് അവിടെ നിന്ന് നോക്കി സെലക്ട് ചെയ്തെടുക്കാം. ഇപ്പം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയധികം വെറൈറ്റി സ്നാക്കാണ് അവിടെ ഉള്ളത് കേട്ടോ. പിന്നെ ബേക്കറി ഐറ്റംസ് ആയാലും ഫ്രൂട്ട്സ് ആയാലും എല്ലാ ടൈപ്പിലുള്ള സാധനങ്ങളും നമുക്ക് അവിടെ കിട്ടും കേട്ടോ. ഞങ്ങൾ എന്നിട്ട് കഴിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജ്യൂസാണ് പറഞ്ഞത്. പക്ഷേ കറണ്ട് പോയ കാരണം കൊണ്ട് ജ്യൂസ് കിട്ടിയില്ല. പകരം ചായ മേടിച്ചു. ഇക്കക്കാടെ മോളൊക്കെ ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ അവർക്ക് ബൂസ്റ്റും വാങ്ങിച്ച് ഞങ്ങൾ കോഫി കുടിച്ച്. അപ്പോൾ മോന് ഇവിടെ നിന്ന് ഓരോന്നൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളതിൽ നിന്ന് നമുക്ക് കേൾക്കാത്ത കുറേ തരം ടൈപ്പിലുള്ള പേരുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്തെന്നാണ് എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല കേട്ടോ കറക്റ്റ്. അതിൻ്റെ അകത്ത് നിന്ന് ഒരെണ്ണം നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മല്ലി ചിക്കൻ എന്നാണ് തോന്നുന്നത് അതിൻ്റെ പേര്. അവനാ ചൂണ്ടിക്കാണിക്കുന്നതാണ് കേട്ടോ വാങ്ങിച്ചത് നമ്മൾ. അപ്പോൾ അതൊക്കെ വാങ്ങി. പിന്നെ എനിക്കും തനുവിനും റോള് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അത് വാങ്ങിച്ച്. പിന്നെതാ എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ച്. പിന്നെ മോൾക്ക് ഒരു ബർഗർ വാങ്ങി. ഒരു ബർഗർ വാങ്ങിച്ചപ്പോൾ രണ്ടാളും കൂടെ തല്ലായി. അപ്പോൾ എന്ത് ചെയ്തു, ഒരെണ്ണം കൂടി ഓർഡർ ചെയ്ത് അങ്ങനെ 2 ബർഗറും വാങ്ങി, ഒരു മല്ലി ചിക്കനും വാങ്ങി. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ സൈറ്റിലോട്ട് പോകണേന്ന് കേട്ടോ. വീട്ടിൽ വേറെ ആരും ഇല്ലാത്ത കാരണം കൊണ്ട് മക്കളെയും കൂടെ കൂട്ടിയതാണേ. അപ്പം ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് സൈറ്റിലൊക്കെ കയറി, ഇക്കാടെ സൈറ്റിലൊക്കെ കയറി കഴിഞ്ഞിട്ടാണ് വീട്ടിലോട്ട് പോകുന്നത് കേട്ടോ. ഞങ്ങൾ വന്ന സമയം ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത് കാണുമ്പോൾ വിചാരിക്കും ഇത്രയും സ്നാക്ക് ഇവിടെ ഇരിക്കണം, കാണുമ്പോൾ വിചാരിക്കും കാലത്തോ അല്ലെങ്കിൽ വൈകുന്നേരം സമയമൊക്കെ ആയിരിക്കും. പക്ഷേ ഒരു ഉച്ച സമയത്താണ് ഇത്രയും അധികം സ്നാക്ക് ഉള്ളത് കേട്ടോ അവിടെ. അതനുസരിച്ച് തിരക്കും ഉണ്ട് അവിടെ. കൂടാതെ എന്താ പറയുക, ലൈവായിട്ട് നമുക്ക് ഉണ്ടാക്കുന്നതും കാണാം. എന്താ പറയുക, ഞാനങ്ങനെ കുറേ നേരം അത് അങ്ങനെ ഉണ്ടാക്കുന്ന കണ്ടപ്പോൾ നോക്കി നിന്നിട്ടാ. അതപ്പം ജസ്റ്റ് ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് കാണുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാണ്ടിരിക്കാൻ തോന്നില്ലല്ലോ. പിന്നെ അതുമാത്രമല്ല, നമുക്ക് റേറ്റ് നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ് കേട്ടോ റേറ്റ്. നമുക്ക് നോർമൽ ഒരു ചായക്കടയിൽ ചെല്ലുമ്പോൾ സ്നാക്കിനൊക്കെ എത്ര റേറ്റ് മേടിക്കണം അത്രയും തന്നെ ഇവിടെയും വരുന്നുള്ളൂ. പിന്നെ സ്പെഷ്യലായിട്ട് വരുന്ന ഐറ്റംസിനൊക്കെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതായത് ഇരിക്കാനുള്ള ഒരു സിറ്റിംഗ് ഏരിയ എന്ന് പറയുന്നത് ഓപ്പണാണ്. അതിൻ്റെ പിന്നിലായിട്ടൊരു പാടമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ചിരുന്ന് നല്ല കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് നേരെ മാമാടെ വീട്ടിലോട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ ഓക്കെ, ബൈ.